നമ്മുടെ മാനേജ്മെന്റിലെ ഇൻസെപ്പറബിൾ ട്വിൻസ് എന്നറിയപ്പെടുന്ന രണ്ട് മാനേജ്മെന്റ് ഫങ്ഷൻസ് ആണ് കൺട്രോളിങ്ങും പ്ലാനിങ്ങും. അപ്പൊ അത് തമ്മിൽ എന്താണ് ബന്ധം നമുക്ക് നോക്കാം അല്ലെ. അതായത് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യും, ടാർഗറ്റ് ഫിക്സ് ചെയ്യും. ആ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം അല്ലെ. ഭാവിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. കൺട്രോളിങ്ങോ, ആക്ച്വൽ പെർഫോമൻസ് പ്ലാനിങ്ങിനനുസരിച്ചാണോ പോകുന്നത് എന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡീവിയേഷൻസ് ഒക്കെ മാറ്റുക, ചേഞ്ചസ് വരുത്തുക. ഇതാണ് കൺട്രോളിങ്ങിൽ ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ കൺട്രോളിങ് നടക്കുള്ളൂ അല്ലെ. ആക്ച്വൽ പെർഫോമൻസ് കറക്റ്റ് ആണോ പോകുന്നത്, കറക്റ്റ് ആയിട്ടാണോ നീങ്ങുന്നത് എന്നറിയണമെങ്കിൽ അവിടെ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വേണം. ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്. അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ആ പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ആക്ച്വൽ പെർഫോമൻസ് ഈ ഒരു ടാർഗറ്റിനനുസരിച്ചാണോ പോകുന്നത് എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്ലാനിങ്ങും അതുപോലെ തന്നെ കൺട്രോളിങ്ങും ഇൻസെപ്പറബിൾ ആണെന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലെ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പ്ലാനിങ് പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ കൺട്രോളിങ്. പ്ലാനിങ് എന്താ ചെയ്യുന്നത്? നമ്മുടെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിസ് പ്രൊവൈഡ് ചെയ്യാണ്. അതായത് കൺട്രോളിങ് പ്ലാനിങ്ങിന് ആഫ്റ്റർ ആണ് നടക്കുന്നത്. പ്ലാനിങ് ചെയ്തതിന് ശേഷമാണ് കൺട്രോളിങ് നടക്കുന്നത്. പ്ലാനിങ്ങിൽ നമ്മുടെ മാനേജേഴ്സ് കുറച്ച് ഗോൾസും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഫിക്സ് ചെയ്ത് ആ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണോ ആക്ച്വൽ പെർഫോമൻസ് പോകുന്നത് എന്ന് നോക്കുന്നത് എവിടെയാണ്? കൺട്രോളിങ്ങിലാണ്. ഓക്കെ, കൺട്രോളിങ് ഫംഗ്ഷനിലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ടാർഗറ്റ്, ഒരു 10 ലക്ഷമാണ് നമ്മുടെ സെയിൽസ് എന്ന് പറഞ്ഞ ടാർഗറ്റ് വെച്ചിരുന്ന ആ ടാർഗറ്റ് കിട്ടുമോ? ഇല്ല. ആ ടാർഗറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പെർഫോമൻസ് ആണോ നടക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 10 ലക്ഷം സെയിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നത്. ഇനി എന്തെങ്കിലും ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നത് കൺട്രോളിങ്ങിലാണ്. ഓക്കെ, അതുകൊണ്ടാണ് പ്ലാനിങ് ആണ് കൺട്രോളിങ്ങിനൊരു ബേസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺട്രോളിങ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പ്ലാൻസ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നാൽ മാത്രം ഒരു കാര്യവുമില്ല. ആ ടാർഗറ്റിലേക്ക് എത്തണമെങ്കിൽ അവിടെ എന്ത് ആവശ്യമാണ്? കൺട്രോളിങ് ആവശ്യമാണ് അല്ലെ. വൺസ് പ്ലാൻസ് ആർ മെയ്ഡ്, കൺട്രോളിങ് മോണിറ്റർ വെദർ ആക്ടിവിറ്റീസ് ആർ ഗോയിങ് അക്കോർഡിംഗ് ടു പ്ലാൻ. പ്ലാൻസ് ഒക്കെ സെറ്റാക്കി, സ്റ്റാൻഡേർഡ് ഒക്കെ ഫിക്സ് ആക്കി, ആ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണ് ആക്ച്വൽ പെർഫോമൻസ് പോകുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നത് കൺട്രോളിങ്ങിലാണ്. കൺട്രോളിങ്ങിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും? എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുത്ത് നമ്മുടെ പ്ലാൻഡ് പെർഫോമൻസിനെയും ആക്ച്വൽ പെർഫോമൻസിനെയും മാച്ച് ചെയ്യുന്നത് കൺട്രോളിങ്ങിലാണ്. ഓക്കെ, അതുപോലെ തന്നെ കൺട്രോളിങ് എങ്ങനെയാണ് ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവുക? അതായത് നമ്മൾ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, ആ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചാണോ കാര്യങ്ങൾ പോകുന്നത്, അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുന്നത് കൺട്രോളിങ്ങിലൂടെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു സെയിൽസ് ടാർഗറ്റ് വെച്ചു, ഒരു 10 ലക്ഷം നമുക്ക് ഈ ഒരു വർഷം സെയിൽസ് ടാർഗറ്റ് വേണം. അപ്പൊ ആ ഒരു സെയിൽസ് ടാർഗറ്റിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അതിനുള്ള റീസൺസ് നോക്കും. അപ്പൊ അതിനുള്ള റീസൺ പ്രോപ്പർ ആയിട്ട് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാത്തതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് പ്ലാൻ ചെയ്യാം? ഇനി നമ്മുടെ സെയിൽസ് 10 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ പ്രോപ്പർ ആയിട്ട് ഒരു ഫണ്ട് ഈ ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടി കൊടുക്കാം അല്ലെ. അവിടെ ഒരു പ്രോപ്പർ പ്ലാനിങ് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് അല്ലെ. ദ ഇൻഫർമേഷൻ ആൻഡ് എക്സ്പീരിയൻസ് ഗെയിൻഡ് ത്രൂ കൺട്രോളിങ് ഹെൽപ്സ് മാനേജർ മേക്ക് ബെറ്റർ പ്ലാൻസ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിൽ ഇൻസെപ്പറബിൾ ട്വിൻസ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ദേ ആർ ഇന്റർഡിപെൻഡന്റ്. Planning without controlling is meaningless because there would be no way to check progress. അല്ലെ, പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അവിടെ കൺട്രോളിങ് നന്നായിട്ട് നടക്കണം. പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ ആ ആക്ച്വൽ പെർഫോമൻസ് നമ്മളെ പ്ലാൻഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൺട്രോളിങ് വിത്തൗട്ട് പ്ലാനിങ് ഈസ് ബ്ലൈൻഡ് ബിക്കോസ് ദർ ആർ നോ ഗോൾസ് ഓർ സ്റ്റാൻഡേർഡ് ടു കമ്പയർ വിത്ത്. അല്ലെ, നമുക്ക് ആക്ച്വൽ പെർഫോമൻസ് കറക്റ്റ് ആയിട്ടാണ് പോകുന്നതെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്താ ആവശ്യമാണ്? കുറച്ച് ഗോൾസും കുറച്ച് ഒബ്ജക്റ്റീവ്സും കുറച്ച് സ്റ്റാൻഡേർഡ്സും ആവശ്യമാണ്. അതാണ് പ്ലാനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഇന്റർഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത്. എപ്പോഴും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്, പ്ലാനിങ് വിത്തൗട്ട് കൺട്രോളിങ് ഈസ് മീനിങ്ലെസ്, വൈ? അപ്പൊ നമ്മൾ ഇതാണ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതുപോലെ വീഡിയോസ് ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നമുക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.